വെജൈന ഭാഗത്തൊന്നും തൊടരുത് എന്നാണ് അമ്മമാർ വളരെ കുഞ്ഞിലെ മുതലേ പറഞ്ഞ് പഠിപ്പിച്ചേക്കണേ. വെജൈനയുടെ pH 3.5 ആണ്. അപ്പോൾ ആ 3.5 ഉള്ള ഷാമ്പു മാത്രമേ അവിടെ ഇടാൻ പാടുള്ളൂ. ഷേവ് ചെയ്യരുത്, ട്രിം ചെയ്യരുത്, അതൊന്നും ചെയ്യരുത്. ചെറിയ കത്രിക എടുത്ത് പറ്റ വെട്ടണം. ഞാൻ ഡോക്ടർ സ്മിതി സനൽ ജോർജ്, JMP മെഡിക്കൽ സെൻറ്റർ പിറവത്തെ ചീഫ് ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 30 കൊല്ലമായി കൊച്ചിയിലെ പല പ്രമുഖ ആശുപത്രിയിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെജൈനൽ ഹൈജീൻ അല്ലെങ്കിൽ നമ്മുടെ വെജൈന എന്ന് പറയുന്നത് ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ വായ തരത്തിൽ തന്നെ ഒരു ക്യാവിറ്റിയാണ്. അപ്പോൾ ഈ ക്യാവിറ്റി നമുക്കറിയാം, രാത്രി കിടന്നുറങ്ങി കാലത്ത് എണീക്കുമ്പോൾ വായിലൊരു നാറ്റം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഈ ക്യാവിറ്റിയിൽ ഒത്തിരി മൈക്രോബ്സ് അല്ലെങ്കിൽ അണുക്കൾ വളരുന്നുണ്ട്. ഇതേമാതിരി തന്നെയാണ് വെജൈനയും. വെജൈന ഒരു ദ്വാരമായതുകൊണ്ടും ഇവിടെ യൂറിൻ ഡ്രോപ്പ് ചെയ്യാം, മലദ്വാരത്തിൽ നിന്നുള്ള കുറച്ച് അംശങ്ങൾ വരാം, അതേമാതിരി സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞാലും. അപ്പോൾ പല സ്ഥലത്തുനിന്നും അണുക്കൾ വരാനുള്ള സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ചെറുപ്പം മുതലേ നമ്മളോട് പറഞ്ഞേക്കണേ വെജൈന ഭാഗത്തൊന്നും തൊടരുത് എന്നാണ് അമ്മമാർ വളരെ കുഞ്ഞിലെ മുതലേ പറഞ്ഞ് പഠിപ്പിച്ചേക്കണേ. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കേരളത്തിൽ ഭയങ്കര ഈർപ്പമാണ്, ഹ്യൂമിഡിറ്റി ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് വെജൈനൽ ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആണ്. അപ്പോൾ ഈ ഈർപ്പം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഫംഗൽ ഇൻഫെക്ഷനാണ് ഏറ്റവും കൂടുതലായിട്ട് വരിക. അപ്പോൾ ഒരു വെള്ള ഡിസ്ചാർജ്, ചൊറിച്ചിൽ അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഹെയർ ഷേവ് ചെയ്യരുത്, ട്രിം ചെയ്യരുത്, അതൊന്നും ചെയ്യരുത്. ചെറിയ കത്രിക എടുത്ത് പറ്റ വെട്ടണം. ബിക്കോസ് അവിടെ ഹെയർ ഇരിക്കുമ്പോഴാണ് ഈർപ്പം കൂടുതൽ വരിക. അപ്പം നമ്മൾ എപ്പോഴും AC-ലൊന്നും അല്ല ഇരിക്കണേ, ഒന്ന് വേർക്കുമ്പോൾ തന്നെ അവിടെ ഹെയർ ഉണ്ടെങ്കിൽ അവിടെ ഈർപ്പം കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതേമാതിരി വെജൈന ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു കാര്യം ആരെയും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ വെജൈന ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മാറില്ല. അപ്പോൾ വെജൈനൽ ഷാംപൂസ് ഇന്ന് അവൈലബിൾ ആണ്, പല പേരിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഷാംപൂസിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ pH 3.5 ആണ്. ഇപ്പം നമ്മുടെ സോപ്പുകളൊക്കെ ആൽക്കലൈൻ pH ആണ്. ഇപ്പോൾ ഡവ് സോപ്പ് പോലും 7 ആണ് pH. അപ്പോൾ ആ സോപ്പൊന്നും ഒരിക്കലും വെജൈനയിൽ ഇടരുത്. ബിക്കോസ് വെജൈനയുടെ pH 3.5 ആണ്. അപ്പോൾ ആ 3.5 ഉള്ള ഷാമ്പു മാത്രമേ അവിടെ ഇടാൻ പാടുള്ളൂ. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് വെജൈനൽ ഷാമ്പൂസ് അവൈലബിൾ ആണ്. അത് നമ്മൾ ഈ വിരലയിലെടുത്ത് ക്ലോസറ്റിലിരുന്ന് ഏകദേശം ഈ ഫുൾ വിരൽ നമുക്ക് ഉള്ളിലേക്ക് കയറ്റാം, ഒന്നും സംഭവിക്കില്ല. വെജൈനയുടെ ലെങ്ത് ഏകദേശം 8 സെൻറ്റിമീറ്റർ ഉണ്ട്, നമ്മുടെ വിരലും ആ ലെങ്ത്താണ്. ക്ലീൻ ചെയ്താൽ ആ ഫംഗസ് പുറത്തേക്ക് പോകും. നമ്മൾ എത്ര ഫംഗസിൻ്റെ ഗുളിക കഴിച്ചാലും, സപ്പോസ് ഇവിടെ ഒരു മുറിവുണ്ടെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് മാത്രം കാര്യമില്ല, നമ്മളിവിടെ ലോക്കലി ക്ലീൻ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉള്ളപ്പോൾ ഈ ലോക്കലി ക്ലീൻ ചെയ്യാണ്ട് നമ്മൾ ഗുളികകൾ കഴിച്ചുകൊണ്ട് മാത്രം പോവില്ല. വേറൊരു ഉദാഹരണം പറയുമ്പോൾ, നാക്കിൽ നമ്മൾ പൂപ്പൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല്ല് തേച്ചുകൊണ്ട് മാത്രം നാക്കിലത്തെ പൂപ്പൽ പോവില്ല, അത് അവൻ ടങ് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ചെറുപ്പം മുതൽ ആരും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ മൂന്നാമതൊരു കാര്യം, നമ്മൾ കേരളത്തിലെ ക്ലൈമറ്റ് വളരെ ഹ്യൂമിഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പോയി യൂറിൻ പാസ് ചെയ്ത് കുറേ വെള്ളം കോരി കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാൻറ്റീസ് ഇടുമ്പോൾ നമ്മുടെ പാൻറ്റീസ് നനയും. അപ്പോൾ ആ നനഞ്ഞ പാൻറ്റീസ് നമ്മുടെ ശരീരത്തിന് ഒത്തിയിരിക്കുമ്പോൾ എന്ത് പറ്റും? ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ വീട്ടിലല്ലാത്ത സമയത്ത് നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ടിഷ്യൂ അല്ലെങ്കിൽ ടവൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വെള്ളം ഉപയോഗിക്കരുത്. വെള്ളം ഉപയോഗിച്ച് ഫുൾ ഇൻറ്റേർണൽ വാഷ് ചെയ്യുന്നത് കുളിക്കുമ്പോൾ മാത്രമാണ്. അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഡ്രസ്സ് ഇട്ടിട്ടില്ലല്ലോ, അപ്പം നമുക്ക് ആ ഈർപ്പമൊക്കെ കംപ്ലീറ്റ്ലി തുടച്ച് കളയാൻ പറ്റും. ഈ ഈർപ്പമാണ് വെജൈനയിൽ ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ നമ്പർ 1 കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വെജൈനൽ ഇൻഫെക്ഷനെയും വെജൈനൽ ഹൈജീനിനെയും മാനേജ് ചെയ്യാൻ.